ഇറാനിലെ പ്രക്ഷോഭകർക്കെതിരെ സൈന്യവും പോലീസും നടത്തിയ വെടിവയ്പിൽ 217 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ടൈം മാഗസിൻ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 62 പേരെന്ന് ഔദ്യോഗികമായ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത. പക്ഷേ ഇറാൻ കത്തുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഈ അവസരത്തിൽ പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പി ജെയിംസിന്റെ അഭിമുഖമൊക്കെ വളരെ വിജ്ഞാനപ്രദമായി. ബൊക്കാന പ്രസിഡന്റിനെ സോപ്പിട്ടത് അമേരിക്കയിൽ സന്ദർശിക്കാൻ പോകാൻ വേണ്ടിയാണ്. അല്ല, സോപ്പിടല്ല ചോദിച്ചാൽ അതിന്റെ കുറച്ച് ഭാഗം വന്നിട്ടുള്ളൂ. അമേരിക്കക്കെതിരെ കടുത്ത ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, ബാക്കി ഭാഗം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും പറഞ്ഞു. എന്തായാലും പ്ലാറ്റ്ഫോമിൽ വളരെ കൃത്യമായിട്ട് കാണാം. അമേരിക്ക കാണിക്കുന്നത് ശുദ്ധ പോക്കിത്തരാണെന്നാണ് നമ്മൾ ചോദിച്ചത്. അമേരിക്കയിലാണ്. കുറച്ചുകൂടെ മൈൽഡാക്കിയ കൊള്ളാം നമ്മുടെ ട്രേഡ്. ഇനി ഇറാനിലേക്ക് പോയാലോ? ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ അമ്പരപ്പിക്കുന്നതാണ്. ടൈം മാഗസിൻ ഈ മണിക്കൂറുകളിൽ കൊടുത്തിരിക്കുന്ന വാർത്ത 217 പേര് ഇറാനിലെ പ്രക്ഷോഭത്തിൽ ഉണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു എന്നാണ്. ഔദ്യോഗിക കണക്ക് 62 എത്തിയതേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ഇറാനിലെ 6 ആശുപത്രികളിലെ ഡോക്ടർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണെങ്കിൽ അവരുടെ കോട്ട് ചെയ്തുകൊണ്ടാണ്, ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ കണക്ക് കൊടുത്തിരിക്കുന്നത്. 217 പേര് 6 ആശുപത്രികളിൽ അവരുടെ ഡെഡ് ബോഡി എത്തിയെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ SK ഓർക്കുന്നുണ്ടാവും, 1984 ഒക്ടോബർ 31 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആദ്യമായി കൊടുത്തത് BBC ആണ്. അത് ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ വളരെ വൈകിയാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അത് കൊടുക്കുന്നതിന് സമയമെടുക്കും. BBC ആണ് ആദ്യമായിട്ട് അത് ബ്രേക്ക് ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് പിന്നീട് BBCയുടെ ലേഖകൻ മാക്ടൂളിയൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇത് ഞങ്ങൾ ചോർത്തിയത് ഈ ഇന്ദിരാഗാന്ധിയെ ശുശ്രൂഷിച്ച ഡോക്ടറിൽ നിന്നാണ്, വലിയ തുക കൊടുത്തു എന്നാണ് അന്ന് ഇത് വന്നത്. ഇവിടെയും ഡോക്ടർമാരാണ് ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ. കാരണം അവർക്കറിയാം ഇത്രയും ഡെഡ് ബോഡി ഇവിടെ വന്നു എന്നുള്ളത് അറിയുന്ന ഡോക്ടർമാർക്കാണ്. ആ ഡോക്ടർമാരാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തെറ്റാവാൻ സാധ്യതയില്ല. പക്ഷെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തിൽ 62 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യാപകമായ പ്രക്ഷോഭമാണ്. SKN 100 നഗരങ്ങളിൽ 31 പ്രവിശ്യകളാണ് അവിടെ ഉള്ളത്. 31 പ്രവിശ്യകൾ അത് വ്യാപിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവരെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഭീഷണിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. SKN ഞങ്ങൾ ഇടപെടും, ഞങ്ങൾ സൈനികമായി ഇടപെടുമെന്ന് ട്രംപ് പറയുന്നു. ഇസ്രായേൽ തക്കം നോക്കിയിരിക്കുന്നു. അതിനെതിരെ ഖമനായി, ഇറാന്റെ പരമോന്നത നേതാവ്, ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പ്രക്ഷോഭം നടത്തുന്നവർ ട്രംപിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ്, അനുവദിക്കില്ല. ലക്ഷക്കണക്കിന് ഇറാൻകാർ ചോര ചിന്തിയാണ് ഇസ്ലാമിക ഭരണകൂടം ഇവിടെ അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് ഒരു തരത്തിലും അത് വഴങ്ങില്ല എന്നുള്ള ഭീഷണി അവർ മുഴക്കിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ള ഭീതിയുണ്ട്. അമേരിക്ക ഇടപെട്ട് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരും. ആയത്തുള്ള ഖൊമേനി ഒക്കെ റഷ്യയിലേക്ക് പോകുമെന്നുള്ള പ്രചരണം നടക്കുന്നു. അവിടെ ഷാ പഹലവി, അദ്ദേഹമാണ് 1979 വരെ അവിടെ ഭരിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ മകൻ വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. റസാ പഹലവി പറഞ്ഞിരിക്കുന്നത്, ട്രംപ് ഇടപെടണം, ഭരണം പിടിച്ചെടുക്കണം, ഇറാനിൽ പുതിയ ഭരണം കൊണ്ടുവരണം, പ്രതിപക്ഷം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇറാനിലെ സംഭവവാസങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. SKN അവിടെ നടന്ന ഈ പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലുന്നതിനെതിരെ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരുതരം ചേരിതിരിവ് വ്യക്തമായിരിക്കുന്നു. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.